ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന CPMന്റെ മുൻ MLA ആയ പത്മകുമാറിനെ രക്ഷിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും വഴിവിട്ട സമ്മർദ്ദങ്ങൾ ഉണ്ടായിരിക്കുന്നു, സ്വാധീനങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതിന് കൃത്യമായ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു. CPMന്റെ മുൻ MLA ആയ കോന്നി MLA ആയ പത്മകുമാറിനെ ഇക്കഴിഞ്ഞ നവംബർ 21-ാം തീയതിയാണ് SIT അറസ്റ്റ് ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണത്തിൽ SIT പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിന്റെ കാരണം ചൂണ്ടിക്കാണിച്ചിരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന പത്മകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രേഖകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ നിന്നും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ കൊടുത്തയക്കുന്നതിന് ചെമ്പ് പാളികൾ എന്നാണ് അവിടെ എഴുതിയിരുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രേഖകൾ ടൈപ്പ് ചെയ്താണ് തയ്യാറാക്കാറുണ്ടായിരുന്നെങ്കിലും ഈ രേഖകളിൽ പത്മകുമാർ പച്ച മഷി വച്ച് ചെമ്പ് പാളികൾ എന്ന് വെട്ടിത്തിരുത്തി എഴുതുകയായിരുന്നു. ഇത് പത്മകുമാറാണ് എഴുതിയത് എന്ന് അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KP ശങ്കർദാസും വിജയകുമാറും സാക്ഷ്യം ചെയ്യുകയുണ്ടായി. SITക്ക് മുന്നിൽ ഇവരും ഇത് സാക്ഷ്യം ചെയ്തു. ഇവരും പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ് ഉള്ളത്. ഇവരെയും പിന്നീട് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയായിരുന്നു. എന്നാൽ ഇവിടെയാണ് ആഭ്യന്തര വകുപ്പിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കൃത്യമായ സ്വാധീനവും ഭീഷണിയും വരുന്നത്. അതായത് CPM MLA ആയ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്ന പക്ഷം, കോടതിയിൽ പത്മകുമാർ കുറ്റക്കാരനാണ് എന്ന് തെളിയുന്ന പക്ഷം തീർച്ചയായും അത് CPMന് വലിയ തലവേദനയായിരിക്കും. അതുകൊണ്ട് പത്മകുമാറിന്റെ അറസ്റ്റിൽ മാത്രം കാര്യങ്ങൾ ഒതുക്കി തീർത്ത് തെളിവുകളില്ലാത്ത രീതിയിൽ കേസ് തേച്ചുമായ്ച്ച് കളയുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തര വകുപ്പും ഇടപെട്ടു എന്ന് വേണം ഇപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ. കാരണം ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി ശബരിമലയിൽ SIT രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 2 കേസിലും 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തയക്കുകയും പോറ്റി അത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി സ്വർണം പൂശി തിരികെ കൊണ്ടുവന്നു എന്ന് പറയപ്പെടുമ്പോൾ പോറ്റിക്ക് കൊടുത്തയച്ചത് സ്വർണം പൂശിയ ചെമ്പുപാളികളാണ്, അല്ലെങ്കിൽ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികളാണ് എന്നുള്ളത് എഴുതി ചേർക്കാതെ വെറും ചെമ്പുപാളികൾ എന്ന് തൻ്റെ കയ്യക്ഷരത്തിൽ പച്ച മഷി കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ രേഖകളിൽ എഴുതി വെച്ചു എന്നുള്ളതിന് അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളായ KP ശങ്കർദാസും വിജയകുമാറും സാക്ഷ്യം ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങൾ SITക്ക് മുന്നിൽ കിട്ടിയിട്ടും ഇതുവരെയും, അതായത് 2025 നവംബർ 21-ാം തീയതി അറസ്റ്റ് ചെയ്ത പത്മകുമാറിന്റെ കയ്യക്ഷരത്തിന്റെ സാമ്പിൾ ശേഖരിച്ച് അത് വിദഗ്ധമായ പരിശോധനയ്ക്ക് വേണ്ടി ഫോറൻസിക് ലാബിലേക്ക് അയക്കുന്നതിന് വേണ്ടി ഒരു കാരണവശാലും SITയുടെ ഭാഗത്തുനിന്നും ശ്രമം ഉണ്ടായിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ട് ഇന്നേക്ക് 65 ദിവസം പിന്നിടുമ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ജയിലിലെത്തി SIT സംഘം പത്മകുമാറിന്റെ കയ്യക്ഷരത്തിന്റെ പകർപ്പ് എടുക്കുന്നതും ഈ പകർപ്പ് വീണ്ടും ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി ലാബിലേക്ക് അയക്കുന്നതും. എന്നാൽ ഈ വരുന്ന 2-ാം തീയതി ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് പത്മകുമാറുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഏതാണ്ട് 110 ദിവസം പിന്നിടുന്നതിനാൽ സ്വാഭാവികമായ ജാമ്യം കിട്ടുവാൻ സ്വർണ്ണ കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന മിക്കവാറും എല്ലാ പ്രതികൾക്കും സ്വാഭാവികമായ ജാമ്യം കിട്ടുവാൻ അർഹതയുണ്ട്. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ പ്രതികൾക്ക് സ്വാഭാവികമായ ജാമ്യം കിട്ടും എന്നുള്ളതിനാൽ ഇവിടെ പത്മകുമാറിന് ജാമ്യം കിട്ടത്തക്ക രീതിയിലുള്ള നീക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. പത്മകുമാറാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രേഖകളിൽ പച്ചമഷി കൊണ്ട് ചെമ്പുപാളികൾ എന്ന് എഴുതി ചേർത്തതിന് 2 ദേവസ്വം എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് സാക്ഷ്യം പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് SIT പത്മകുമാറിന്റെ കയ്യക്ഷരത്തിന്റെ പകർപ്പെടുത്ത് അത് ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി അയക്കാതിരുന്നത്, വിദഗ്ധമായ ലാബ് പരിശോധനകൾക്ക് വേണ്ടി അയക്കാതിരുന്നത് എന്നുള്ളത് ചോദ്യം തന്നെയാണ്. ഇവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നത്. അതായത് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തോ എന്ന് ചോദിച്ചാൽ അറസ്റ്റ് ചെയ്തു, എന്നാൽ പത്മകുമാറിന്റെ പേരിൽ ഒരു കുറ്റവും തെളിയിക്കപ്പെടാനാകാത്തതിന്റെ പേരിൽ ഈ കേസ് തേച്ചുമാച്ച് കളയുന്നതിന് വേണ്ടി, അഥവാ പത്മകുമാറിന് കോടതിയിൽ നിന്നും പുഷ്പം പോലെ ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ വലിയ ഗുരുതരമായ ഒരു വീഴ്ച വരുത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ പത്മകുമാറിന്റെ കയ്യക്ഷരത്തിന്റെ പകർപ്പെടുത്തത് ലാബിലേക്ക് അയച്ച് ഫോറൻസിക് റിപ്പോർട്ട് വരുമ്പോഴേക്കും തീർച്ചയായും ഈ ഫെബ്രുവരി 2-ാം തീയതി കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ പത്മകുമാറിന് എതിരെയുള്ള കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കപ്പെട്ടാൽ പോലും ഭാഗികമായ കുറ്റപത്രത്തിൽ പത്മകുമാറിന്റെ പേരിലുള്ള കുറ്റങ്ങൾ തെളിയിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും പത്മകുമാറിനെ കോടതി സ്വാഭാവികമായ ജാമ്യത്തിൽ വിട്ടയക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ പത്മകുമാറിനോടൊപ്പം തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതികളും ഒന്നിനു പുറകെ ഒന്നായി ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോകും എന്ന് പറയുമ്പോൾ
കൃത്യമായ തെളിവുകൾ ശേഖരിക്കാമായിരുന്നിട്ടും ആ തെളിവുകൾക്കെതിരെ കണ്ണടച്ചുകൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും സമ്മർദ്ദത്തിനും താളത്തിനും തുള്ളി പത്മകുമാറിനെ പോലുള്ള കൊടും കുറ്റവാളികളെ, അതായത് ശബരിമല സ്വർണം കൊള്ളയടിച്ച കൊടും കുറ്റവാളികളെ രക്ഷിക്കുന്നതിന് വേണ്ടി പിണറായി വിജയന്റെ ഒത്താശയ്ക്ക് ചെയ്തു കൊടുത്തിരിക്കുന്നു, പിണറായി വിജയന്റെ താളത്തിനൊത്ത് തുള്ളിയിരിക്കുന്നു, പിണറായി വിജയൻ ഒത്താശ ചെയ്തു കൊടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. എന്തുകൊണ്ടാണ് നവംബർ 21-ാം തീയതി അറസ്റ്റ് ചെയ്ത പത്മകുമാറിന്റെ കൈയക്ഷര കോപ്പി, അതായത് കൈയക്ഷരത്തിന്റെ പകർപ്പ് ശേഖരിക്കുന്നതിന് 65 ദിവസം വരെ എന്തുകൊണ്ടാണ് SIT കാത്തിരുന്നത് എന്നുള്ളതിന് കൃത്യമായി അവരും മറുപടി പറയേണ്ടതായി വരും. കൃത്യമായും ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ SITക്ക് അറിയാം. മൊഴിപ്പകർപ്പുകൾ, അതുപോലെ തന്നെ സാക്ഷിമൊഴികൾ, തുണ്ടിമുതലുകൾ എന്നിവ കണ്ടെത്തിയാൽ മാത്രമേ കുറ്റപത്രം കുറ്റമറ്റ രീതിയിൽ സമർപ്പിക്കാൻ സാധിക്കൂ, കൃത്യമായ ചാർജ് ഷീറ്റുകൾ നൽകാൻ സാധിക്കൂ. ഇതെല്ലാം വ്യക്തമായി അറിയാവുന്ന SIT പിന്നെ എന്തുകൊണ്ടാണ് പത്മകുമാറിന്റെ കയ്യക്ഷരം പരിശോധിക്കുന്നതിന് വേണ്ടി, അതിന്റെ സാമ്പിൾ എടുക്കുന്നതിന് വേണ്ടി ഇത്രയും കാലം വൈകിയത് എന്നുള്ളത് ചോദ്യം തന്നെയാണ്. ശബരിമലയിൽ 1998-99 കാലഘട്ടത്തിൽ UB ഗ്രൂപ്പ് ചെയർമാനായ വിജയ് മല്യ സ്വർണം പൂശൽ നിർമ്മിതികൾ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ സ്വർണം ശബരിമലയിൽ നിന്നും കടത്തി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ SIT സംഘം ശബരിമലയിൽ നിർമ്മിതിയിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ വിജയ് മല്യ നിർമ്മിച്ചു നൽകിയിരിക്കുന്ന സ്വർണത്തിന്റെ സാമ്പിളുകൾ അവിടെ നിന്നും പരിശോധനയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ സ്വർണത്തിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലേക്കായിരുന്നു. അവിടുത്തെ ലാബിലാണ് ഇത് പരിശോധന ചെയ്തത്. എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് പത്മകുമാറിന്റെ കയ്യക്ഷരം പകർപ്പെടുത്തുകൊണ്ട് ലാബിലേക്ക് അയച്ച് അത് കൃത്യമാണോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി SIT മുതിരാതിരുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായ ചോദ്യം തന്നെയാണ്. ആ ചോദ്യം വളരെ നിർണായകമാണ്. ആ ചോദ്യം വളരെ സംശയാസ്പദമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പ്രതിക്ക് കോടതിയിൽ നിന്നും ജാമ്യം കിട്ടത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ നീട്ടി കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഉദ്ദേശം എന്ന് തന്നെയാണ് ഇതിലൂടെ സംശയിക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും SITയുടെ അലംഭാവം മൂലം ഈ വരുന്ന ഫെബ്രുവരി 2-ാം തീയതി ഈ കേസ് കോടതിയിലെത്തുമ്പോൾ പത്മകുമാർ അടക്കമുള്ള പ്രതികൾ ജാമ്യത്തിൽ പോകും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് ഈ കാര്യത്തിൽ ഇനിയും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.